ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഷിജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് കണ്ടോ, ഇത് കരിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളമാണേ. ഇത് രാത്രി തിളപ്പിച്ചിട്ടിരുന്നിട്ട് രാവിലെ കുടിക്കാം. രാത്രിയും കുടിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. രാവിലെ ഞാൻ സാധാരണ ചൂടുവെള്ളം കുടിക്കും. അപ്പം എന്തെങ്കിലും ഇട്ട വെള്ളമായിരിക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ലത്. ഇത് കൊളസ്ട്രോളിനും പിന്നെ നമ്മുടെ തലയിലെ മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇത് കുടിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ നല്ലതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഗുളിക കഴിക്കുന്നുണ്ട്, എന്നാലും ഇതുകൂടെ കുടിക്കാമെന്ന് വെച്ച് കേട്ടോ. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ വീട്ടിൽ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കളയണ്ട. പിന്നെ വെള്ളമൊക്കെ ഇട്ട് കുടിക്കണം. രാവിലെ വെറും വയറ്റിൽ കുടിക്കണം, ഏറ്റവും നല്ലതാണ്. അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാവേ. ആരും എന്നെ കളിയാക്കല്ലേ. എൻ്റെ ഈ പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു സംഭവമാണ്. ഉണ്ടോ ചിരട്ട, ഇത് വെച്ചിട്ട് ഞാൻ പുട്ട് പുഴുങ്ങാൻ പോവാ ഇതേൽ. അപ്പം 2 എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വലുതാണേ. അപ്പം ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് ഇതിൽ ഞാൻ 2-3 ദിവസം ഉണ്ടാക്കി കേട്ടോ. അപ്പം പുട്ടിച്ചിരി വലുതായതുകൊണ്ട് ഞാനെന്നാൽ വേറൊരെണ്ണം എടുക്കാന്ന് വെച്ചിട്ട് ഈ ചെറുതെടുത്തേ. ഇത് അപ്പം ഇതിൽ ചെറുതിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. ഇതിന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പം കുറച്ചുകൂടെയൊക്കെ ഫിനിഷ് ആവാനുണ്ട്. ഇവിടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ പോകാനുണ്ട്. എന്നാലും അത് പെതുക്കെ പൊക്കോളും. പിന്നെ ഇപ്പം എനിക്കത് ചെത്തിക്കൊണ്ടിരിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് ഒരുക്കിയൊക്കെ എടുത്തു. ഇതിനകം എല്ലാം ഉണ്ടല്ലേ, കാണുന്നുണ്ട്. വെയിലടിക്കുന്നു ഇവിടെ, അതുകൊണ്ടൊരു കാണാൻ വയ്യാന്ന് തോന്നുന്നു. പിന്നെ അപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഒരുക്കുള്ളൂ. ഒരുക്കാമെന്നില്ല, നമ്മൾ ഇന്നലെ തിരുമിയ തേങ്ങയുടെ ചിരട്ടയാണ്, പഴയതൊന്നുമല്ല. അപ്പം അതിന് കിഴുത്തേ ഇട്ടിട്ടുണ്ട് ഞാൻ. ഉണ്ടല്ലേ, കിഴുത്തേ ഇട്ടു. ഇത് കണ്ടോ, വലിയ ചിരട്ട. അപ്പോൾ അതെനിക്കൊരു സുഖം തോന്നണില്ല കണ്ടിട്ടും. കുഴപ്പമില്ല, 2 ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. അപ്പം ഇതിൽ ഞാൻ പുട്ടുണ്ടാക്കി നിങ്ങളെ കാണിക്കാവേ. അപ്പം നമുക്ക് പുട്ടുണ്ടാക്കാൻ അപ്പം ഞാൻ എൻ്റെ ചിരട്ട കഴുകി തുടച്ചെടുത്തിട്ടുണ്ടേ. കഴുകി തുടയ്ക്കണം. ആ വെള്ളത്തോടെ വരിയിട്ട പുട്ടിൽ വെള്ളമയം കാണും കേട്ടോ. അപ്പം ഞാനിവിടെ തേങ്ങ ഒരുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പുട്ടിൽ. ഇത് കുഞ്ഞു കുട്ടായതുകൊണ്ട് 2 കൂട്ടൊക്കെ കഴിക്കേണ്ടി വരും. അപ്പം നമ്മുടെ വെള്ളം എല്ലാം നല്ല തിളച്ചേ. അപ്പം ഞാനിത് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പോവാണേ. കണ്ടോ. അപ്പം ഇനി ഒരു പാത്രം എടുത്ത്, ഒരു കുഞ്ഞ് അതിന് ചേരുന്ന ഒരു പാത്രം എടുത്ത് നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പം നമുക്ക് അടച്ചു കൊടുക്കാവേ. ഞാൻ നേരത്തെ ഇതുപോലൊരു കുഞ്ഞ് ഇതാണേ. അടച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് കുറ്റിയിൽ വെക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഈ ചിരട്ട പഴകുന്നത് വരെ ഒരു കളർ വ്യത്യാസം കാണും കേട്ടോ. ചിരട്ട ഒന്ന് പഴകി വരണം. ആ തേങ്ങ ഇരുന്നതിൻ്റെയൊക്കെ പാടാണ്. അത് ചെറിയൊരു കളറ് വ്യത്യാസം കാണും. ആ കുഴപ്പമൊന്നുമില്ല. ചിരട്ടയുടെ തേങ്ങ ഇരുന്ന അതിൻ്റെ ഒരു പാടാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നു കേട്ടോ. കണ്ടോ, നന്നായിട്ട് ആവി വന്നു. അപ്പം ഞാൻ ഈ പുട്ട് എടുക്കാവേ. വെന്തോന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കാം. കണ്ടോ. അപ്പം ഞാനിത് എടുക്കുവാണ്. അതെ,
അപ്പം ഈ പുട്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതുകൂടെ ഇവിടോട്ട് വെക്കാം. എങ്ങനെയുണ്ട്? രണ്ടുപേരും, ചെറിയവരും വലിയവരും. അപ്പോൾ കണ്ടോ, ഞാനൊന്ന് പൊടിച്ചിട്ട് കാണിക്കാവേ. ചിരട്ട പഴകുന്നവരെ നമ്മുടെ പുട്ടിനൊരു കളർ വ്യത്യാസം കാണും. അതൊന്നും സാരമില്ല കേട്ടോ. അതൊന്നും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ചൂടാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല സൂപ്പറായിട്ട് നല്ല ചൂടോടെ ഇപ്പം കഴിക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരെന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റാ.